ഇനി എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയില്ല. എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല. വേദന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ മുമ്പിലും കൈനീട്ടാൻ നമ്മൾ എന്ത് പാവമാണ് ചെയ്യും. എനിക്ക് ജീവിതത്തിൽ തിരിച്ചറിയിക്കാം. എൻ്റെ അപ്പാക്കുമ്മക്ക് എനിക്ക് ജീവിക്കണം. ഒരുപാട് ജീവിത സ്വപ്നങ്ങൾ കണ്ടതായി. നിങ്ങൾ സങ്കടപ്പെടണ്ട കേട്ടോ. സങ്കടപ്പെടണ്ട. നീ സങ്കടപ്പെടുന്ന സമയത്ത് നിന്റെ ഉപ്പാക്കുമ്മൊക്കെ കാണാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ സങ്കടപ്പെടല്ലേ, നോക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. ഏയ് സങ്കടപ്പെടല്ലേ, കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കിടക്കാൻ പ്രിയപ്പെട്ടത്. ഈ സഹോദരൻ പറയുന്നത് എൻ്റെ മോളുടെ ജീവൻ അപകടത്തിലാണ്. എൻ്റെ മോളെല്ലാരും ഒന്ന് സഹായിക്കണം. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾ ആരും ജീവിച്ചിരിക്കില്ല. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പൊന്നു മോളാണ്. അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വളരെയധികം സ്വപ്നങ്ങളോടെയും കൂടി പോറ്റി വളർത്തിയ എൻ്റെ പൊന്ന്, എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം പറഞ്ഞു ഓട്ടോ തൊഴിലാളിയായ ഷാഫി എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ മുന്നിൽ വന്ന് ഈ ഒരു സങ്കടം പറയുമ്പോൾ, ഈ ഒരു സങ്കടം, ഈ ഒരു വേദന നിങ്ങളാരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെയും പോകരുത് പ്രിയപ്പെട്ടത്. നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നമുക്കൊന്നും സംഭവിക്കില്ല, നമുക്കൊന്നും സംഭവിക്കില്ല. നിങ്ങളിങ്ങനെ സങ്കടപ്പെടല്ലേ. മെഡിക്കൽ വിഭാഗത്തിൽ പഠിച്ച് ഒരുപാട് ജീവിത സ്വപ്നങ്ങൾ കണ്ട പൊന്നു മോൾക്കാണ് ഇങ്ങനെ ഒരു ഗതികേട് വന്നിട്ടുള്ളത്. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കൂ. ലുക്കീമിയ എന്ന് പറയുന്ന വളരെ മാരകമായ അസുഖം പിടിപെട്ട് ഇത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. വളരെ എമർജൻസി ആയിട്ട് തന്നെ മജ്ജ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഓട്ടോ തൊഴിലാളിയായ കുട്ടിയുടെ പിതാവാണ് കുട്ടിക്ക് മജ്ജ നൽകുന്നത്. 50 ലക്ഷം രൂപയുടെ മുകളിൽ ചെലവ് വരുമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റൽ, തിരുവനന്തപുരം ജില്ലയിലെ മുരിക്കുമ്പയ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന 22 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നു മോൾക്ക് ലുക്കീമിയ എന്ന് പറയുന്ന വളരെ അത്യപൂർവമായ മാരക ക്യാൻസർ രോഗം പിടിപെട്ട് വളരെ ഗുരുതരാവസ്ഥയിൽ വല്ലാത്തൊരു ദയനീയമായ സാഹചര്യത്തിൽ ഉടനടി മജ്ജ മാറ്റി വെച്ചാൽ മാത്രമേ ആ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയിൽ പിന്നെ അവസാന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടി ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഫാത്തിമ മോള് കണ്ണീരോടുകൂടി അവരുടെ മാതാവിനോട് പറഞ്ഞ വാക്കെന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? ഞാനിനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയില്ല. ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് കൈനീട്ടാൻ നമ്മൾ എന്ത് പാപമാണ് ഉമ്മ ചെയ്തത്. ഇനിയും ഒരുപാട് കാലം ഭൂമിയിൽ സന്തോഷപരമായി ജീവിക്കേണ്ട ഈ പൊന്നു മോളാണ് വളരെ ഗുരുതരാവസ്ഥയിൽ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വല്ലാത്തൊരു സാഹചര്യത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇനി ഞാനും നിങ്ങളും പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പൊന്നുമോൾക്ക് ആവശ്യമായ തുക കണ്ടെത്തി ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുള്ളൂ. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഈ കുടുംബവും നാടും നാട്ടുകാരും ഒന്നടങ്കം പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. ഫാത്തിമ തായെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ഫാത്തിമ മോളുടെ ഒരാവശ്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. തീർച്ചയായും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പരസ്പര ബന്ധത്തിലും എപ്പോഴും കേരളം മാതൃകയായിരുന്നു. ഇനിയും ആ കേരളം മാതൃക തന്നെ ആകേണ്ടതുണ്ട്. അത്തരത്തിൽ ഫാത്തിമ മോളുടെ ഈ 50 ലക്ഷം രൂപ എന്ന ആവശ്യം നമ്മുടെ മുന്നിൽ വളരെ നിസ്സാരമാണ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കാരുണ്യവും സ്നേഹവും പരസ്പര സഹകരണവും സാമ്പത്തിക സഹായമായി നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ടെന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ ബ്ലോക്ക് മെമ്പർ അജിത. ഞങ്ങളുടെ നാട് ഒന്നായി കൂടിയാലും കൂടുന്നില്ല. നമ്മളുടെ മോളുടെ രക്ഷിക്കാൻ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഓരോരുത്തരും നിൽക്കണം. അമ്പലങ്ങളിൽ ഉത്സവം നടക്കാൻ പോകുന്നു. മറ്റ് ക്രിസ്ത്യൻ പള്ളികളിൽ പെരുന്നാൾ വരുന്നു. ഇനി 2 മാസം കഴിയുമ്പോൾ റംസാൻ മാസം ആരംഭിക്കാൻ പോകും. ഇതിനെല്ലാമായിട്ട് കാണുന്ന ഒരു തുകയുണ്ട്. അമ്പലത്തിലും പള്ളിയിലും ഒക്കെ കൊടുക്കാൻ ഓരോ തുക കരുതി വയ്ക്കും. ഈ തുക നമ്മുടെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ഞാൻ മിനി ജയചന്ദ്രൻ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, മുരിക്കുമ്പുഴ ഡിവിഷനിലെ. ഇവിടെ നമ്മുടെ ഫാത്തിമ മോളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. മംഗലപുരം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഫാത്തിമ മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു നാട് ഒന്നാകെ തന്നെ ഫാത്തിമ മോളുടെ ജീവന് വേണ്ടിയിട്ട് കൈകോർത്തിരിക്കുകയാണ്.